ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ രാവിലെ എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു ചുക്ക് കാപ്പിയെ കുടിച്ചിങ്ങനെ ഹാളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ പുറത്ത് പൂച്ചക്കുഞ്ഞുങ്ങൾ സൗണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ എവിടുന്നോ എന്നെ. അപ്പം ഞാൻ ചുമ്മാ ഡോർ തുറന്ന് നോക്കിയപ്പോൾ കാണാം ടുട്ടുമ്പോളും 3 കുഞ്ഞുങ്ങളുമായിട്ട് അകത്തോട്ട് കയറി വന്നിട്ട്. എന്നിട്ട് എന്നെ നോക്കി കരഞ്ഞോണ്ടിരിക്കുകയാണ് അവളെ. കഴിഞ്ഞ തവണ 5 ആയിരുന്നു, ഇത്തവണ 3 കേട്ടോ. പക്ഷേ കഴിഞ്ഞ തവണത്തെ 5 കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷേ ഇത്തവണ 3 കുഞ്ഞുങ്ങൾ ഇച്ചിരി ശോഷിച്ചു പോയിരിക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ ഇപ്പോൾ വെക്കേഷനിൽ തന്നെ അഭിമോൾ എണീക്കുന്ന സമയത്ത് തന്നെ 10 മണി 10:30 കേട്ടോ. അപ്പം പൂച്ചക്കുഞ്ഞുങ്ങൾ പുറത്ത് വന്നെന്ന് പറഞ്ഞപ്പോഴേക്ക് അഭിമോൾ ചാടി എണീറ്റ് കേട്ടോ ഞങ്ങൾ കാണാനായിട്ട്. എൻ്റെ 2 മക്കൾക്കും ഇഷ്ടമാണ് ഈ പൂച്ചേനെയും പട്ടീനെയും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ തലേന്ന് രാത്രിയിൽ ഇങ്ങനെ ഞാൻ ടുട്ടുമുളക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇച്ചിരി വെള്ളം ഞാൻ ബൗളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അവർ കുഞ്ഞുങ്ങൾ വന്നിട്ട് പാവങ്ങൾ ആഴ്ചക്കണക്ക് നടന്നതാണ്, അത് വെള്ളം കുടിച്ചേട്ടോ. അപ്പം പെട്ടെന്ന് ഇപ്പം എന്നാ കൊടുക്കണമെന്ന് തോന്നി, കാരണം കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു കോലം കണ്ടപ്പം. അപ്പം ഞാൻ 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് കൊടുത്തു, അത് കഴിച്ചേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് പാലും കാച്ചി കൊടുത്തേ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ മീൻ വാങ്ങിയപ്പോൾ മീനിൻ്റെ കൂട്ടത്തിൽ നിന്നൊക്കെ വൈകിട്ട് ഞാൻ കൊടുത്തു കേട്ടോ. 3 പേർ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അതിനകത്ത് ഒന്നിന് ഇച്ചിരി പൂട കൂടുതലുണ്ട് കേട്ടോ. പേർഷ്യൻ ക്യാറ്റിനെയൊക്കെ പോലെ ഇത്തിരി പൂട കൂടുതലുള്ള കൂട്ടത്തിലാണ് ഒരെണ്ണമേ. അത് ക്രോസ് ആയതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിനാണെങ്കിൽ അത് ഇത്തിരി പമ്മി ഇരിക്കണം കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിപ്പം പമ്മി ഇരിക്കലൊക്കെയാണ്. നല്ല ആക്റ്റീവാണത്. ഇവരുടെയൊക്കെ കളി കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇതിനിടയ്ക്ക് രാവിലെ കരഞ്ഞെണീറ്റ് വന്ന അപ്പൂസുണ്ടല്ലോ, പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടതും അവൻ്റെ കരച്ചിൽ മാറിയിട്ടോ. അവന് ഹാപ്പിയായി. ടുട്ടുമോളുടെ പ്രസവം തൊട്ട് ഫ്രണ്ടിലത്തെ വീടിൻ്റെ ബാക്കിലും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പരുവാകുമ്പോൾ ഇങ്ങോട്ടേക്കും കൊണ്ടുവരും കേട്ടോ. കഴിഞ്ഞ തവണത്തെ കുഞ്ഞുങ്ങളും ഈ ഒരു പരുവായപ്പോൾ കൊണ്ടുവന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം അവൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പിന്നെയും കൊണ്ട് പോയി കേട്ടോ. ഇതുങ്ങളെ കൊണ്ട് എത്ര ദിവസം അവളോട് നിൽക്കുമെന്ന് അറിയില്ല. നിൽക്കുന്ന എത്ര ദിവസം ഒക്കെ നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്ത് അവരുടെ കളിയൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരാം. പൂച്ചയുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരും ഞാനിടുന്ന എല്ലാത്തരം വീഡിയോകളും കാണാൻ താല്പര്യമുള്ളവരും ഈ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ വീഡിയോ മറ്റും ഞാൻ വീണ്ടും വരാം കേട്ടോ. ഇനി പൂട വെച്ച് കൂടുതലുള്ള കൂട്ടത്തിലുള്ള പൂച്ചയായിരിക്കണത്. അവളിങ്ങനെ പമ്മി നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു സൈഡിൽ പോയിരുന്നുണ്ട്.